കുടുംബ ബന്ധങ്ങൾ തകർക്കാൻ സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി കർണാടക ഹൈക്കോടതി. മരുമകളോട് വീട്ടിൽ ദോശയോ റാഗി മുദ്ദയോ ഉണ്ടാക്കാൻ അമ്മായിയമ്മ ആവശ്യപ്പെടുന്നത് ക്രൂരമായി കാണാൻ കഴിയുമോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭർത്തൃ വീട്ടുകാർക്കെതിരെ വ്യാജ കേസുകൾ നൽകുന്ന പ്രവണത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കോടതിയുടെ ഈ നിർണായക നിരീക്ഷണം. ഭാരതീയ കുടുംബ വ്യവസ്ഥയുടെ അടിത്തറയിളകുന്ന രീതിയിൽ ഗാർഹിക പീഡന നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ കർണാടക ഹൈക്കോടതി നൽകുന്നത് വ്യക്തമായ സന്ദേശമാണ്. ഭർത്താവിനും അമ്മായിയമ്മയ്ക്കുമെതിരെ സെക്ഷൻ 498A പ്രകാരം ചുമത്തിയ കേസ് പരിഗണിക്കവെയാണ് കോടതി നിർണായക നിരീക്ഷണം നടത്തിയത്. വീട്ടിൽ ഭക്ഷണമുണ്ടാക്കാൻ ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ് വധശിക്ഷ അർഹിക്കുന്ന കുറ്റമോ ഭീകരമായ ക്രൂരതയോ ആകുന്നത് എന്ന് കോടതി ആരാഞ്ഞു. കർണാടകയിലെ പരമ്പരാഗത ഭക്ഷണങ്ങളായ ദോശയോ റാഗി മുതയോ ഉണ്ടാക്കാൻ അമ്മായിയമ്മ ആവശ്യപ്പെട്ടു എന്നതിനെ ഗാർഹിക പീഡനമായി ചിത്രീകരിക്കാൻ കഴിയില്ല. ചെറിയ കാര്യങ്ങൾ പോലും വലുതാക്കി കാണിച്ച് ഭർത്തൃ വീട്ടുകാരെ മുഴുവൻ കേസിൽ കുടുക്കാൻ നോക്കുന്ന ഇത്തരം വ്യാജ പരാതികൾ യഥാർത്ഥത്തിൽ നീതിന്യായ വ്യവസ്ഥയോടും അർഹരായ ഇരകളോടും ചെയ്യുന്ന നീതികേടാണെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. ഭാരതീയ കുടുംബ ബന്ധങ്ങളിലെ പവിത്രതയും പരസ്പര ബഹുമാനവും തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം വ്യവഹാരങ്ങൾക്കെതിരെ രാജ്യത്തുടനീളം കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ദുരുപയോഗം ചെയ്യപ്പെടുന്ന നിയമങ്ങൾ പുനഃപരിശോധിക്കണമെന്നും തെറ്റായ കേസുകൾ നൽകി നിരപരാധികളായ കുടുംബങ്ങളെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കണമെന്നുമുള്ള ആവശ്യവും ഇതിലൂടെ കൂടുതൽ ശക്തമാകുകയാണ്. ജനം, ഡൽഹി.